ഭാര്യയുടെ കാമുകന്മാരെ കണ്ടുപിടിക്കുന്ന ഭർത്താക്കന്മാരുടെ കഥ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം അമ്മായിമ്മയുടെ രഹസ്യക്കാരനെ നേരിട്ട് കാണാൻ കഴിഞ്ഞ എന്നെപ്പോലെയുള്ളവർ ചുരുക്കമായിരിക്കും അല്ലേ? ആ സ്ത്രീയോടുള്ള അതേ പുച്ഛത്തോടെ ഏട്ടൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാം പ്രണവേട്ടനും കണ്ടു എന്ന്. ഇന്നലെ ഒട്ടും താല്പര്യമില്ലാതെയാ നിന്റെ വീട്ടിൽ തങ്ങിയത്. എന്നാൽ അത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുക. അതുകൊണ്ടല്ലേ പലതും അറിയാൻ കഴിഞ്ഞത്. അല്ല, അവൻ നിന്റെ അമ്മയുടെ മാത്രമാണോ അതോ നിന്റെയും കാമുകനാണോ? അല്ല, മുമ്പ് ഞാൻ നിന്നെയും അവനെയും ഒരുമിച്ച് റോഡിൽ കണ്ടിട്ടുണ്ടല്ലോ. അത് കേട്ടപ്പോൾ പിന്നെയും ഒന്നും പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇന്നലെ എല്ലാം കണ്ടു എന്നല്ലേ പറഞ്ഞേ? കണ്ടോ ഞാനും അയാളുമായി വല്ല ബന്ധമുള്ളതായി? ഇന്നലത്തെയോ കല്യാണത്തിന് ശേഷമുള്ള കാര്യമോ അല്ല ഞാൻ ചോദിച്ചത്, അതിനു മുമ്പുള്ള കാര്യമാണ്. അവൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയല്ലേ നിന്റെ വീട്ടിലുള്ളത്. എന്നാൽ ആ സ്വാതന്ത്ര്യം ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല. നീ കൊടുക്കാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ ആ സ്വാതന്ത്ര്യം കൊടുത്തത്? അത് എൻ്റെ അമ്മ. വേണ്ട, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരിൽ കണ്ടത് വിശ്വസിക്കാതിരിക്കാൻ ഞാൻ മണ്ടനല്ല. എല്ലാം തുറന്നു പറയാൻ തുടങ്ങിയ എന്നെ പ്രണവേട്ടൻ തന്നെ തടഞ്ഞു. ആ വാക്കുകളോട് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് സത്യമായിരുന്നു. എൻ്റെ കാര്യം പോട്ടെ, നിന്റെ സ്വന്തം വീട്ടുകാർക്ക് പോലും നിന്റെ വിശ്വാസം ഇല്ലല്ലോ. ഒന്ന് ഛർദ്ദിച്ച ഉടനെ നിന്റെ വയറ്റിലുണ്ട് എന്ന് സംശയം പറഞ്ഞവരല്ലേ? അതിനും എനിക്ക് മറുപടിയില്ലായിരുന്നു. അപ്പോഴും ഞാൻ നിനക്ക് സപ്പോർട്ടായി സംസാരിച്ചത് നിന്നോടുള്ള സ്നേഹവും വിശ്വാസം കൊണ്ടൊന്നുമല്ല. ഏട്ടൻ രണ്ടും അടുത്തേക്ക് വന്നു താലിമാല കയ്യിലെടുത്തു. ദാ, ഇത് നിന്റെ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ട് മാത്രം. ഈ താലിക്ക് ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല. എങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയല്ലേ? ഭാര്യ എന്ന വാക്ക് കടുപ്പിച്ചാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ മുമ്പിൽ താലി കെട്ടിയ പെണ്ണിനെ തല്ലാനും കൊല്ലാനും ഒന്നും എനിക്ക് താല്പര്യമില്ല. അവളിനി എത്ര തരം താഴ്ന്നവളാണെങ്കിലും. പറഞ്ഞ് അവസാനിപ്പിച്ച് പ്രണവേട്ടൻ മുറിക്ക് പുറത്തു പോയപ്പോഴും കരഞ്ഞില്ല ഞാൻ. അപ്പോൾ അവരേട്ടത്തിയുടെ അമ്മയല്ലേ? മുഖം വാടിയിരിക്കുന്നത് കണ്ട് ഋഷി വന്ന് കാരണം എന്തായെന്ന് കുത്തി കുത്തി ചോദിച്ചു. അവസാനം എല്ലാം അവനോട് പറയേണ്ടി വന്നു. ഇന്നലത്തെ സംഭവം ഒഴിച്ച്. ഏട്ടത്തിക്ക് പറഞ്ഞൂടെയെല്ലാം. എല്ലാം കേൾക്കാൻ അതിന് നിന്റെ ചേട്ടൻ ഒന്ന് നിന്നു തരണ്ടേ? അതിനുള്ള അവസരമല്ലേ വന്നിരിക്കുന്നത്? ഞാനൊന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്ത് നോക്കി. ചേട്ടൻ ഡൽഹിക്ക് പോവുകയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാനൊക്കെ സമയം കിട്ടുമല്ലോ. ഡൽഹിക്കോ? ആ, ഡൽഹിക്ക്. പെട്ടെന്ന് അവൻ്റെ മുഖം വാടി. അപ്പോൾ ഏട്ടത്തിയോടൊന്നും പറഞ്ഞില്ലേ? ഒരാഴ്ചത്തേക്ക് ബിസിനസ് ആവശ്യമായി ചേട്ടൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഞാൻ കരുതി നിങ്ങൾ ഒരുമിച്ചായിരിക്കുമെന്ന്. അവൻ സങ്കടത്തോടെ എന്നെ നോക്കി പറഞ്ഞപ്പോഴും ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ ഉള്ളിലൊരു ഭാരമായിരുന്നു. എന്നെ കൂടെ കൊണ്ടുപോകണ്ട. എന്നാൽ ഒരു വാക്ക് പറഞ്ഞൂടെ? നീ നാളെയല്ലേ പോകുന്നേ? അച്ഛൻ പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന പ്രണവേട്ടനോട് ചോദിച്ചു. ആ, നാളെയാ. ഗായത്രിയും കൂടെ വരുന്നുണ്ടല്ലോ. അതിന് ചോദിക്കാനുണ്ടോ? ഗായത്രിയും പോകുന്നുണ്ട്. അച്ഛൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയത് അമ്മയായിരുന്നു. ഇല്ല, അവൾ വരുന്നില്ല. ഇത് ബിസിനസ് ടൂർ അല്ലേ? പ്രവീൺ ബിസിനസ് ആവശ്യമായി പോകുമ്പോൾ കൂടെ രോഹിണിയെയും കൂട്ടുമല്ലോ. പിന്നെന്താ നിനക്കൊരു പ്രത്യേകത? പ്രത്യേകത ഉണ്ടല്ലോ. അവരുടെ ഇടയിൽ സ്നേഹമുണ്ട്, ഞങ്ങൾക്കിടയിൽ ഒട്ടുമില്ലാത്തതും. ആരോടുമല്ല, സ്വയം പറഞ്ഞതാണ്. നാളെ നീ പോകുമ്പോൾ കൂടെ ഗായത്രിയും കാണും. അന്ന് നീ കല്യാണത്തിന് പോയതുപോലെ ഇവളെ വഴിയിലിറക്കി വിടാനല്ല, കൂടെ കൊണ്ടുപോകാനാണ്. അമ്മ പറഞ്ഞു തീർന്നതും ഏട്ടൻ എന്നെ തർപ്പിച്ചു നോക്കി. നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട. ഗായത്രി എന്നോട് ഒന്നും പറഞ്ഞതല്ല. നീ കല്യാണത്തിന് ഒറ്റയ്ക്കാണ് ചെന്നത് എന്ന് ഞാൻ അറിഞ്ഞതാണ്. അമ്മ പറഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായി. അല്ലെങ്കിൽ ചെയ്യാത്ത ആ കുറ്റത്തിനു കൂടെ പഴി കേൾക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഏടത്തിയും കൂടെ പോകുന്നുണ്ടോ? ഉണ്ട്, അമ്മ പറഞ്ഞു. ഷേ, അപ്പോൾ ഈ ബിസിനസ് ടൂർ ഡൽഹിയിൽ നിന്ന് മാറ്റി വല്ല മലേഷ്യയിലോ സിംഗപ്പൂരിലോ ആക്കാമായിരുന്നു. അതാവുമ്പോൾ അവർക്കൊരു ഹണിമൂണുമായി. നിന്നെ തെക്കോട്ടെടുക്കണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ എന്ന രീതിയിൽ പ്രണവേട്ടൻ അവനെ നോക്കിയപ്പോൾ അവൻ സൈലൻ്റായി. അപ്പോൾ ഇനി സംസാരമില്ല. നാളെ ഗായത്രിയും കൂടെ വരുന്നുണ്ട് നിന്റെ കൂടെ, അച്ഛൻ അവസാനമായി പറഞ്ഞു. മുകളിലേക്ക് പോയി. അനുകൂലിച്ചുകൊണ്ട് അമ്മയും പോയി. എന്നെയും ഋഷിയെയും നോക്കിക്കൊണ്ട് ഏട്ടനും പോയി. അപ്പോൾ എങ്ങനെയാ ഏട്ടത്തി? പോവുകയല്ലേ ഫ്രം കേരള ടു ഡൽഹി എന്നവൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും ഇനി അവിടെ എന്താ കാത്തിരിക്കുന്നത് എന്ന ചിന്തയിൽ ഞാൻ നിന്നു. അമ്മയും അച്ഛനും ഉൾപ്പെടെ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് ആവാം പ്രണവേട്ടന് പിന്നെ മറുത്തു പറയാത്തത്. അതിൻ്റെ ഫലമായി ഞാനിപ്പോൾ ഈ ഫ്ലാറ്റിൽ ഇന്നലെ എത്തിയതാണ്. അന്ന് എന്നോട് സംസാരിച്ചതല്ലാതെ പിന്നെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ ചെന്നാലും ഒന്നെങ്കിൽ എന്നെ നോക്കി പേടിപ്പിക്കും, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറും. റൂമിൽ വന്നപ്പോൾ കണ്ടത് എന്തോ തിരയുന്ന പ്രണവേട്ടനായിരുന്നു. എന്താ നോക്കുന്നേ? മറുപടി ഒന്നും കാണില്ല എന്നറിയാം. എന്നാലും ചോദിക്കാൻ തോന്നി. കമ്പനിയുടെ അണൽ ബഡ്ജറ്റിൻ്റെ ഫയൽ. എന്താ പഠിപ്പും വായനയും ഇല്ലാതെ നിനക്ക് എടുത്തു തരാൻ പറ്റുമോ? പ്രതീക്ഷിക്കാതെ മറുപടി തന്നപ്പോഴും എനിക്ക് ഒരു കൊട്ടു തരാനും മറന്നില്ല. എന്നോട് പറഞ്ഞതിന് ശേഷം വീണ്ടും ഏട്ടൻ ഫയൽ നോക്കാൻ തുടങ്ങി. ഏതാണ്ട് 15 മിനിറ്റായി എൻ്റെ ഭർത്താവ് നോക്കുന്ന ഫയല് വെറും 5 മിനിറ്റ് കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചു. പ്രണവേട്ടാ,
ഞാൻ വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി. നോട്ടം പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഫയലിലായി. ഞാൻ ഫയൽ കൊടുക്കുമ്പോഴും ഒരു ചെറിയ അത്ഭുതം ഞാൻ ആ കണ്ണിൽ കണ്ടു. വലിയ ഡിഗ്രിയൊന്നും ഇല്ല എന്നേ ഉള്ളൂ, അത്യാവശ്യം വേണ്ട പഠിപ്പൊക്കെ എനിക്കുണ്ട്. അത്രയും പറഞ്ഞ് ഫയൽ കൊടുത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു സംതൃപ്തിയായിരുന്നു മനസ്സ് നിറയെ. കഴിക്കുന്നില്ലേ? പതിവ് പോലെ ആഹാരം എടുത്ത് മേശപ്പുറത്ത് വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഉത്തരവും തരാതെ പോയി. ഉച്ചയ്ക്ക് വരുമായിരിക്കും, വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും മനസ്സ് ആശിക്കും. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. ഋഷിയും രോഹിണി ചേച്ചിയും പറഞ്ഞതുപോലെ ഈ യാത്രയുടെ എല്ലാം ശരിയാവൂ എന്ന് പറഞ്ഞുവെങ്കിലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായതുപോലെയാണ് എനിക്ക് തോന്നിയത്. നാട്ടിൽ വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് വഴക്കെങ്കിലും പറയായിരുന്നു. ഇപ്പോൾ ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ല. ആ ഏകാന്തതയിലും എനിക്ക് കൂട്ടായത് എൻ്റെ അമ്മയായിരുന്നു. ഇതുവരെ ആരെയും കാണിക്കാത്ത എൻ്റെ അമ്മയുടെ ഫോട്ടോ. അമ്മയുടെ മുഖം ഫോട്ടോയിൽ വ്യക്തമല്ല. ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്ന എൻ്റെ അമ്മയുടെ ഫോട്ടോ എനിക്ക് കിട്ടുന്നത് അച്ഛൻ്റെ അലമാര ഒരിക്കൽ വൃത്തിയാക്കിയപ്പോഴാണ്. ആ ഫോട്ടോയിൽ നോക്കി ഓരോ സങ്കടം പറയുമ്പോഴും ഒരു ആശ്വാസമാണ്. പിന്നെ അമ്മയുടെ ഫോട്ടോ മാത്രമല്ല, എനിക്ക് കൂട്ടായി 2 പേരുടെ കൂടെ കിട്ടി. അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു മലയാളി കുടുംബം, ഭാര്യയും ഭർത്താവും, പിന്നെ അവരുടെ പാറു എന്ന് വിളിക്കുന്ന ഒരു സുന്ദരി മോളും. ഒരു ദിവസം പരിചയപ്പെട്ടതാണ്. സുമി ചേച്ചിയുടെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ചേച്ചിയും മോളും ഒറ്റയ്ക്കാണ്. പ്രവണേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാനും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള സംസാരത്തോടെ ഞങ്ങൾ നല്ല കൂട്ടായി. പാറുവിന് 6 വയസ്സാണ്, ഒരു കുറുമ്പി. ബാഗൊക്കെ പാക്ക് ചെയ്യുക, നാളെ നാട്ടിൽ പോകും. അത്രയും പറഞ്ഞ് ഏട്ടൻ പോയി. ഒരാഴ്ച കടന്നുപോയി. എന്നിട്ടും ഞങ്ങൾ തമ്മിലുള്ള അകലത്തിന് മാത്രം കുറവ് വന്നില്ല. മുറിയിൽ തനിച്ചിരുന്നപ്പോഴാണ് ഒരു കോളിംഗ് ബെൽ കേട്ടത്. മണി 4 ആയതേ ഉള്ളൂ. പ്രണവേട്ടൻ സാധാരണ നേരത്തെ വരാറില്ലല്ലോ എന്ന് ചിന്തിച്ച് വാതിൽ തുറന്നതും മുമ്പിൽ കരഞ്ഞ് പേടിച്ചു നിൽക്കുന്ന പാറു. അവരുടെ കയ്യിൽ ഒരു വടിയും ഉണ്ടായിരുന്നു. കോളിംഗ് ബെൽ അടിക്കാൻ എത്താത്തത് കൊണ്ട് അത് വെച്ചാണ് അടിച്ചത്. ആൻറ്റി, എന്താ മോളെ, എന്തിനാ കരയുന്നേ? അമ്മ എവിടെ? അമ്മ അവിടെ കിടക്കുക. ഞാൻ എത്ര വിളിച്ചിട്ടും അമ്മ എണീക്കുന്നില്ല. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. മോള് വാ. ഞാൻ അവളെയും കൂട്ടി പെട്ടെന്ന് അവരുടെ ഫ്ലാറ്റിൽ ചെന്നു. സുമി ചേച്ചി ബോധമില്ലാതെ നിലത്ത് കിടക്കുന്നു. ചേച്ചി എണീക്ക്. ഞാൻ തട്ടി വിളിച്ചിട്ടും ചേച്ചി കണ്ണു തുറന്നില്ല. അതുകൂടെ കണ്ടപ്പോൾ അവൾ കൂടുതൽ കരയാൻ തുടങ്ങി. മോളെ കരയണ്ട, അമ്മയ്ക്ക് ഒന്നുമില്ല. അവളെ ആശ്വസിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം ചേച്ചിയുടെ മുഖത്ത് തെളിച്ചു. നിരാശയായിരുന്നു ഫലം. അപ്പോഴാണ് ഓർത്തത് ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദനയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മേ എന്ന് വിളിച്ച് കരയുന്ന പാറുവിൽ ഞാൻ കണ്ടത് എന്നെ തന്നെയായിരുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അവളോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ താഴേക്ക് ചെന്നു. ഹിന്ദി അത്യാവശ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ടാക്സി വന്നു. ഞാൻ ചേച്ചിയെ ചിലരുടെ സഹായം കൊണ്ട് ആശുപത്രിയിലെത്തിച്ചു. അപ്പോഴും നിർത്താതെ കരയുകയായിരുന്നു പാറു. അമ്മയ്ക്ക് ഒന്നുമില്ല മോളെ, കരയാതെ. അവളെ മടിയിലിരുത്തി സമാധാനിപ്പിച്ചു. അവസാനം എപ്പോഴോ കരഞ്ഞ് എൻ്റെ മടിയിൽ തന്നെ കിടന്നുറങ്ങി. ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ചേച്ചിയുടെ ഫോൺ എടുത്തിരുന്നു. അതിൽ നിന്ന് തന്നെ ചേച്ചിയുടെ ഭർത്താവിനെ പെട്ടെന്ന് വിവരം അറിയിച്ചു. അദ്ദേഹം പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞു. ഫോണിൽ കൂടെയാണെങ്കിലും ഭാര്യ ആശുപത്രിയിലാണ് എന്ന് അറിഞ്ഞപ്പോൾ അയാളുടെ ശബ്ദത്തിൽ വന്ന പേടിയും ആശയും ഓർത്തപ്പോൾ അറിയാതെ ചിന്തിച്ചു പോയി. ഞാൻ ഇതുപോലെ ഒരു അവസ്ഥയിലായാൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ വേദനിക്കുമോ? അതോ ഒരു ഭാരമൊഴിഞ്ഞ സന്തോഷമായിരിക്കുമോ? അധികം താമസിയാതെ തന്നെ അദ്ദേഹം വന്നു. ചേച്ചിയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഡോക്ടറോട് സംസാരിച്ചു. വാങ്ങിക്കാനുള്ള മരുന്നിൻ്റെയും കുറിപ്പ് കൊടുത്തു. നിങ്ങൾ പോയി മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നോളൂ. അതുവരെ മോൾക്ക് കൂട്ടായി ഞാൻ നിൽക്കാം. ആ മുഖത്തെ നിസ്സഹായത കണ്ടപ്പോൾ ആ വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് വന്നു. നന്ദിയോടെ എന്നെ നോക്കിയതിന് ശേഷം അദ്ദേഹം മരുന്ന് വാങ്ങിക്കാൻ പോയി. 7 മണി കഴിഞ്ഞു. പ്രണവേട്ടൻ ഇപ്പോൾ എത്തിക്കാണും. ഒന്ന് വിളിച്ചു പറയാമെന്ന് കരുതിയാൽ പോലും സ്വന്തം ഭർത്താവിൻ്റെ നമ്പർ പോലും അറിയാത്ത ഒരു നിർഭാഗ്യവതിയായ ഭാര്യയാണ് ഞാൻ. ഗായത്രി പൊയ്ക്കോളൂ, ഇനിയും താമസിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പെട്ടെന്ന് ഒരു കാറ് വിളിച്ചു തന്നു. പാറു അപ്പോഴും എന്നെ പിടിച്ച് കരയായിരുന്നു. അവളുടെ നെറ്റിയിലൊരു മുത്തവും നൽകി ഞാൻ പെട്ടെന്ന് കാറിൽ കയറി. 8 മണി ആയപ്പോഴേക്കും എനിക്ക് ഫ്ലാറ്റിലെത്താൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും തിരക്കി റോഡിൽ. അവസാനം ഫ്ലാറ്റ് എത്തി. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി അകത്തേക്ക് പോകാൻ തുടങ്ങിയതും ഫ്ലാറ്റിൽ നിന്ന് തിരക്കിട്ട് ഓടി വരുന്ന പ്രണവേട്ടനെ കണ്ടു. എന്നെ കണ്ടതും ആ മുഖത്തെ വെപ്രാളം മാറി ദേഷ്യമായി. അതും മുമ്പ് കണ്ടതിനേക്കാൾ കൂടുതലായി എനിക്ക് തോന്നി. ഏട്ടാ, ഞാൻ പറഞ്ഞു തുടങ്ങിയതും എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിൽ അകത്തേക്ക് പോയി. റൂം എത്തും തോറും ആ പേടി മുറുകി വന്നു. വാതിൽ തുറന്ന് എന്നെ അകത്തേക്ക് തള്ളി വാതിലടച്ചു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കരണമടിച്ച് റെഡിയായിരുന്നു ആദ്യം തന്നത്. നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ പ്രണവേട്ടനെ നോക്കി. എവിടെ ആയിരുന്നടി നീ ഇത്രയും സമയം? അറിയാത്തൊരു സ്ഥലത്തും രാത്രി വരെ അഴിഞ്ഞാടി നടക്കാൻ നിനക്ക് നാണമില്ലേ? ഏട്ടൻ പറയും തോറും കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. നേരത്തെ കിട്ട അടിയുടെ വേദനയാണോ അതോ ആ വാക്കുകൾ തരുന്ന വേദനയാണോ എന്നറിയില്ല. മതിയായി കണ്ട വിഴുപ്പിനെ ചുമന്ന്. അതെങ്ങനെയാ? അമ്മയുടെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. എന്താടേ നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? നാളെ ആദ്യം പോകുന്നത് നിന്റെ വീട്ടിൽ തന്നെയാ. ഇനിയുള്ള കാലം നീ അവിടെ നിന്നാൽ മതി. അതാവുമ്പോൾ തള്ളയ്ക്കും മോൾക്കും തോന്നിയവരെയൊക്കെ വിളിച്ച് കയറ്റാമല്ലോ. എൻ്റെ 2 കൈയിൽ മുറുകെ പിടിച്ച് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് വന്നു. അവരെൻ്റെ അമ്മയല്ല.
തകർന്ന എൻ്റെ സ്വരം കേട്ട് ഏട്ടൻ എൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിന്നു. എൻ്റെ അമ്മ മരിച്ചു. എൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയാണവർ, എൻ്റെ ചെറിയമ്മ. എൻ്റെ നാവിൽ നിന്നും ഓരോ വാക്കുകൾ വരുംതോറും ഏട്ടൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന പിടി പതിയെ പതിയെ അഴിഞ്ഞു വന്നു. പിന്നെ ഒന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഉടുത്തിരുന്ന അതേ വസ്ത്രത്തിൽ തന്നെ ഞാൻ പെട്ടെന്ന് റൂമിൽ പോയി പതിവ് പോലെ നിലത്ത് കിടന്നു. അപ്പോഴും കണ്ണീർ തുറന്നിട്ടില്ലായിരുന്നു. ഉറങ്ങാനും കഴിഞ്ഞില്ല. എന്തുകൊണ്ടോ പ്രണവേട്ടൻ അന്ന് റൂമിൽ വന്നില്ല. ബാഗെല്ലാം എടുത്തു വയ്ക്കുമ്പോൾ മാത്രം ഒരു ശൂന്യതയായിരുന്നു മനസ്സ് നിറയെ. ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഏട്ടനെ ഞാൻ കണ്ടില്ല. രാവിലെ നോക്കിയപ്പോഴും മുറിയിലില്ലായിരുന്നു. ബാഗ് എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ കണ്ടു പ്രണവേട്ടനോട് എന്തോ സംസാരിക്കുന്ന സുമിച്ചേച്ചിയുടെ ഭർത്താവിനെ. എന്നെ കണ്ടതും അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. പ്രണവേട്ടനും എന്നെ നോക്കി. പക്ഷേ ആ മുഖത്ത് എനിക്ക് എന്തുകൊണ്ടോ നോക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഗായത്രി ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിന് സുമിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞപ്പോൾ പ്രയാസപ്പെട്ട് പുഞ്ചിരിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ആൻറ്റി നോക്കിയപ്പോൾ പാറു ഓടി വന്നു. അവൾ അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഓടിക്കയറി. ആൻറ്റി പോവുകയാണോ? ഞാൻ അതേ എന്ന രീതിയിൽ തലയാട്ടി. എല്ലാം വീക്ഷിച്ചുകൊണ്ട് പ്രണവേട്ടനും. മോളെ ടാറ്റ കൊടുത്താൽ. അവളുടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് ടാറ്റായും തന്ന് ഒപ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തന്നതും അറിയാതെ മുഖത്ത് വേദന പടർന്നു. പ്രണവേട്ടൻ ഇന്നലെ തല്ലിയതിൻ്റെ വേദന ഇപ്പോഴും ഉണ്ട്. കവിളിൽ അവളെ ഉമ്മ തന്നപ്പോൾ എനിക്ക് വേദനിച്ചത് അവർ രണ്ടുപേരും കണ്ടില്ലെങ്കിലും ഒരാളത് കണ്ടു.